ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന അഭിവന്യ തോമസ് മാർ അത്തനാസിയസ് തിരുമേനി, ആറാം മാർത്തോമായുടെ പേരിലുള്ള മാർത്തോമ അവാർഡ് ബഹുമാനപ്പെട്ട TJ ജോഷുവാച്ചനെ ഇന്ന് അത് നൽകുന്നത് ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോഴും ഒരു ന്യായാധിപ സ്ഥാനം വഹിക്കുന്ന പത്മഭൂഷൺ ജസ്റ്റിസ് KT തോമസ്, അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പിതാക്കന്മാരെ, വൈദികരുടെ ഗുരുഭൂതൻ എന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന വൈദികരിലെ എല്ലാവർക്കും വിളിക്കുവാൻ അവകാശമുള്ള ഗുരുഭൂതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട TJ ജോഷുവാച്ചൻ, ചെങ്ങന്നൂരിൻ്റെ പ്രിയപ്പെട്ട MLA PC വിഷ്ണുനാഥ്, ഈ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട തോമസ് കൊക്കാപ്പറമ്പിലച്ചൻ, UAE ചാപ്റ്റർ പ്രസിഡന്റ് മാർ ഫീലക്സിനോസ് ഫ്രണ്ട്സ് അസോസിയേഷൻ അഡ്വക്കേറ്റ് MV മാത്യു, ഇതിൻ്റെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന മിസ്സസ് സുനിൽ P ഉമ്മൻ, ബഹുമാനപ്പെട്ട വികാരി മത്തായി കുന്നിലച്ചൻ, ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് കോറപ്പരിസ്കോപ്പ റമ്പാച്ചൻ, സദസ്സിലും വേദിയിലും ഉപേക്ഷരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ആഹ്ലാദകരമായൊരു സുദിനമാണ്. ചെങ്ങന്നൂർ ഭദ്രാസനത്തിനും പുത്തൻകാവിൽ ഇടവയ്ക്കും അതിനേക്കാൾ അത്യാഹ്ലാദം നിറഞ്ഞ മുഹൂർത്തമാണിത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മലങ്കര സഭയിൽ എല്ലാ വിധത്തിലും എല്ലാ തലങ്ങളിലും എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്ന പുത്തൻകാവിൽ കൊച്ചു തിരുമേനി എന്ന് ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഗീവർഗീസ് മാർ ഫീലക്സിനോസ് തിരുമേനിയെ പരിശുദ്ധ സഭ ഒരു ഉചിതമായ നാമം നൽകി ആദരിക്കുന്ന സുദിനം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് UAE ഒരു ദേവാലയം ഞാൻ സന്ദർശിച്ചപ്പോൾ വളരെ സ്നേഹമുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് ഒരു കവറിൽ ഒരു അപേക്ഷ നൽകുകയുണ്ടായി. അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയെ പരിശുദ്ധ സഭ ആദരിച്ച് ബഹുമാനിച്ച് ഒരു ബഹുമാന്യമായ ഒരു നാമം നൽകി അത് പ്രഖ്യാപിക്കണമെന്നുള്ളതാണ്. തീർച്ചയായും അത് വളരെ ഉചിതമായ ഒരാഗ്രഹവും പരിശുദ്ധ സഭ നേരത്തെ ചെയ്യേണ്ടതുമായ ഒരു കർത്തവ്യമാണ് എന്ന് ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ തോന്നാതിരുന്നില്ല. പിന്നീട് അതിനുള്ള നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ ആരംഭിച്ചു. 2013 ഫെബ്രുവരി മാസത്തിൽ സമ്മേളിച്ച പരിശുദ്ധ സുന്നകദോസിൽ ഈ വിഷയം വളരെ നല്ല നിലയിൽ അത് ചർച്ച ചെയ്തു. ഉചിതമായൊരു നാമം നൽകുവാൻ തക്കവണ്ണം പരിശുദ്ധ സുന്നകദോസ് അന്ന് തീരുമാനമെടുക്കുകയുണ്ടായി. കാതോലിക്കേറ്റിൻ്റെ രത്നദീപം എന്നുള്ള നാമമാണ് പരിശുദ്ധ സഭ ആ സമയത്ത് നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചത്. പല പേരുകളും ശ്രദ്ധയിൽ പലരും കൊണ്ടുവന്നു. പക്ഷേ കാലം ചെയ്ത പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ദൗത്യവും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും എല്ലാം ഉൾക്കൊള്ളുമ്പോൾ കാതോലിക്കേറ്റ് എന്നുള്ള പദപ്രയോഗം കൂടാതെ അദ്ദേഹത്തെ അറിയുവാനിടയാകുന്നത് ഉചിതമല്ല എന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ പിതാക്കന്മാരും ഒരുപോലെ അഭിപ്രായപ്പെട്ടു. വ്യക്തിപരമായി ഈ വന്യപിതാവിനോട് കുന്നംകുളത്തുകാർക്കും എനിക്കും ഏറെ ബന്ധമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. പുത്തൻകാവിൽ നിന്ന് കുന്നംകുളത്തേക്ക് ഇപ്പോഴ് ഒരു വിദേശ കാറിൽ യാത്ര ചെയ്താൽ 5 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതുണ്ട്, നോൺ സ്റ്റോപ്പ്. 5 മണിക്കൂർ 21ാം നൂറ്റാണ്ടിൽ കാറിൽ യാത്ര ചെയ്ത് എത്തേണ്ട ഒരു സ്ഥലത്തേക്ക് 60 വർഷങ്ങൾക്ക് മുൻപ് എല്ലാ വർഷവും കുന്നംകുളത്ത് എഴുന്നള്ളുന്ന ഒരു പിതാവായിരുന്നു പുത്തൻകാവിലെ കൊച്ചു തിരുമേനി. അതിൻ്റെ കാരണം മറ്റൊന്നാകാൻ വഴിയില്ല. 4.5 വയസ്സ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ
പുത്തൻകാവിൽ കൊച്ചുതിരുമേനിയുടെ അന്ത്യ നിമിഷങ്ങൾ, അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് ഈ ശമുവേലച്ചൻ ഒരു കൊച്ചു ചെമ്മാച്ചനായിട്ട് ആ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അധിക ദൂരം സഞ്ചരിച്ച് മരത്തങ്കോട് വഴിയാണെന്ന് അത് യാത്ര തിരിച്ചത്. അതിനും കാരണമുണ്ട്. മരത്തങ്കോട് ദേവാലയത്തിൽ അന്ന് സേവനം ചെയ്തുകൊണ്ടിരുന്നത് പുത്തൻകാവിലിനോടടുത്ത, അല്ലെങ്കിൽ ഈ ഓമല്ലൂര് ദേശിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ബഹുമാനപ്പെട്ട കുറിയാക്കോസ് അച്ഛനെ ആ ഇടവകയിൽ വൈദികനായിട്ട് സേവനമനുഷ്ഠിക്കുവാൻ തക്കവണ്ണം ക്രമീകരണങ്ങൾ ചെയ്തത് പുത്തൻകാവിലെ കൊച്ചു തിരുമേനിയാണ്. അദ്ദേഹത്തെ കണ്ട് സൗഹൃദം പറഞ്ഞ് മടങ്ങാമെന്നുള്ള വ്യാമോഹത്തിലെ കുന്നംകുളത്ത് നിന്ന് 3-4 കിലോമീറ്റർ അല്പം അധിക ദൂരം സഞ്ചരിച്ചാലും അതുവഴി അദ്ദേഹം യാത്ര ചെയ്തു. ആ പരത്തങ്കോട് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ദേവാലയത്തിന് അടുത്ത് വരുമ്പോഴേക്കും ഈ പിതാവിൻ്റെ നെഞ്ചുവേദന അല്പം കൂടുകയാണ്. മരത്തങ്കോട്ട് വഴിയാണല്ലോ പോകുന്നത് എന്ന് വെച്ചാൽ കാറ് നിർത്തി അദ്ദേഹം ആ ദേവാലയത്തിൽ അവിടെയുള്ള ഒരു ചെറിയ മുറിക്കകത്ത് പ്രവേശിച്ചു. അവിടെയുള്ള ആളുകൾ ഓടിക്കൂടി പരമാവധി വൈദ്യസഹായങ്ങളും പരിചരണങ്ങളും എല്ലാം ചെയ്തു. ഒരുപക്ഷെ ദൈവത്തിൻ്റെ നിയോഗം അതായിരിക്കാം. പുത്തൻകാവിലെ കൊച്ചു തിരുമേനിക്ക് ഏറ്റവും സ്നേഹമുള്ള, അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവുകോൽ അല്ലെങ്കിൽ അതിൻ്റെ തെളിവെന്ന് പറയുന്നത് ഈ അവസാനത്തെ പ്രസംഗം പറയുമ്പോഴും കാതോലിക്കേറ്റിനെ കുറിച്ചും സഭയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സഭയുടെ തദ്ദേശീയതയെക്കുറിച്ചും ഒക്കെ ഏറെ അദ്ദേഹം വാചാലമായി പ്രസംഗിച്ചു. അന്നാണ് മലങ്കര സഭ വാവിട്ട് നിലവിളിക്കാൻ തക്കവണ്ണമുള്ള നിലയിൽ ആ പിതാവ് നമ്മിൽ നിന്ന് വേർപെട്ട് സ്വർഗസന്നിധിയിലേക്ക് യാത്രയാകുന്നത്. അതിന്നും കുന്നംകുളത്തുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുണ്ടാക്കുന്ന അനുഭവമാണ്. അന്നു മുതൽ ഈ 62 വർഷക്കാലവും അവിടെ ഗംഭീരമായ പെരുന്നാളുകൾ ആഘോഷിക്കാറുണ്ട്. കുന്നംകുളത്തുനിന്നും ഏതാനും ചില ആളുകളോട് വന്നിട്ടുണ്ട്. പുത്തൻകാവിലെ കൊച്ചു തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഗീവർഗീസ് ദിയൻ ബാവാ തിരുമേനിക്ക് ഒരു വലിയ ബലവും ഊർജവും ഒരു ശക്തി നൽകാൻ തക്കവണ്ണമുള്ള പ്രബലനായ ഒരു യുവ മേൽപ്പട്ടക്കാരനായിരുന്നു. 51 വയസ്സ് പ്രായം എന്ന് പറയുന്നത് അത്ര വലിയ പ്രായമൊന്നുമല്ലല്ലോ. ഏതായിരുന്നാലും പുത്തൻകാവിലെ കൊച്ചു തിരുമേനി അന്ന് വിദ്യാഭ്യാസ വിഷയത്തിൽ ഉന്നതമായ ബിരുദം നേടി വളരെ ഗംഭീരമായ പ്രസംഗം നടത്തി. അതുപോലെ സഭയുടെ എല്ലാ തലങ്ങളിലും അദ്ദേഹം നിറഞ്ഞു നിന്നു എന്നുള്ളതാണ്. എല്ലാം കാതോലിക്കേറ്റ് എന്നും പറയുന്നു. എല്ലാ തലങ്ങളിലും സഭ ഒരു ശരീരം എന്നുള്ള നിലയിലെ പ്രാദേശികമായ ഒന്നും യാതൊരു വ്യത്യാസവും കൂടാതെ എല്ലായിടത്തും പുത്തൻകാവിലെ കൊച്ചു തിരുമേനിയുടെ സാന്നിധ്യം നിറഞ്ഞു നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പുത്തൻകാവിലെ കൊച്ചു തിരുമേനിയെ കുറിച്ച് ഓർക്കുമ്പോൾ സഭയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് ഓർത്തേ മതിയാകൂ. ഏകദേശം 75 വയസ്സ് പ്രായമുള്ളവർക്കൊക്കെ തന്നെ പുത്തൻകാവിലെ കൊച്ചു തിരുമേനിയുടെ നേരിട്ട് ആ ശബ്ദം കേട്ടറിവ് ഉണ്ടാകും. തീർച്ചയാണ്. കുന്നംകുളത്തുള്ള കാരണവന്മാർക്ക്, ഇപ്പോഴത്തെ കാരണവന്മാർക്കും ആ പിതാവിനെ കണ്ടിട്ടുണ്ട്. വളരെ ഗാനഗോകുലം എന്ന് വെറുതെ പറയുന്നതല്ല, അദ്ദേഹത്തിന്റെ ഗാനം അത്രയും മധുരകരമായിരുന്നു എന്ന് പിതാക്കന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഒറൈറ്റർ എന്ന് പറയത്തക്കവണ്ണ വിധത്തിലുള്ള പ്രൗഢഗംഭീരമായ വാഗ്വൈഭവം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്കുണ്ടായിരുന്നു. കാതോലിക്കേറ്റിനെ കുറിച്ച് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകാവുന്ന വിധത്തിലെ അദ്ദേഹം അത് വിവരിക്കുമായിരുന്നു. അങ്ങനെയുള്ള അതിപ്രഗത്ഭനായ പിതാവ് സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ദീർഘവീക്ഷണത്തോടെ സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ പൊരുളെന്തെന്ന് നല്ലതുപോലെ രുചിച്ചറിഞ്ഞ് സാധാരണക്കാരുടെ മനസ്സിലേക്ക് അത് കടന്നു കയറത്തക്കവണ്ണമുള്ള നിലയിൽ ആശയങ്ങൾ അവതരിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ്, ഇതെല്ലാം പുത്തൻകാവിലെ കൊച്ചു തിരുമേനിയിൽ വളരെ ശക്തമായിരുന്നു. പുത്തൻകാവിലുള്ളവരോട് പുത്തൻകാവിലെ കൊച്ചു തിരുമേനിയെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നത് അധികപ്പറ്റാണെന്ന് അറിയാതെയല്ല. ഞാൻ പറയുന്നത് എൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള പുത്തൻകാവിലെ കൊച്ചു തിരുമേനിയെയാണ്. മാത്രവുമല്ല, തുമ്പമൺ ഭദ്രാസനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ പ്രഥമ മെത്രാപ്പോലീത്ത പരിശുദ്ധ പരിമല തിരുമേനി ആയിരുന്നു എന്നുള്ളത് വലിയ ഒരു പദവിയായിട്ട് തന്നെ നിങ്ങൾ കാണണം. പിന്നീട് വന്ന പിതാക്കന്മാരൊക്കെ അതിഗംഭീരമായ വിധത്തിലെ സഭയെ നയിച്ചിട്ടുള്ളവരാണ്. പുത്തൻകാവിലെ കൊച്ചു തിരുമേനിയും ഈ ഭദ്രാസനത്തിന്റെ അഥവാ അൺഡിവൈഡഡ് തുമ്പമൺ ഭദ്രാസനം എന്ന് പറയാം. അതിൽ ചെങ്ങന്നൂർ ഭദ്രാസനവും നിലയ്ക്കൽ ഭദ്രാസനവും ഒക്കെ ഉൾപ്പെട്ടതാണ് അന്നത്തെ
തുമ്പവൺ ഭദ്രാസനം എന്ന് പറയുന്നത്. ആ ഭദ്രാസനത്തിൻ്റെ പിതാവ് ബഥേൽ എന്ന് പറയുന്ന ആ ഒരു വളരെ പരിമിതമായ സൗകര്യങ്ങളൊരിടത്ത് അവിടെ തിരുമേനി താമസിക്കുകയും തിരുമേനിക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. പറന്തൽ പള്ളി സ്ഥാപിക്കാനുണ്ടായ കാരണവും നമുക്കറിയാം. ഞാൻ പറഞ്ഞത് തിരുമേനിയുടെ ചിന്ത എന്ന് പറയുന്നത് വളരെ വളരെ ഉയർന്ന തലത്തിലും തട്ടിലുമായിരുന്നു എന്നുള്ളതാണ്. ബേസിൽ ദയറ ഉണ്ടാകുന്നതും തിരുമേനിയുടെ പ്രത്യേക പരിശ്രമത്താലാണെന്നാണ് കേട്ടിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന വൈദികരൊക്കെ എന്ന് പറയുന്നത് വളരെ വളരെ പ്രഗത്ഭന്മാരായിരുന്നു. നല്ല കുടുംബത്തിൽ നിന്ന് ഉന്നതമായ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള അനേക ചെറുപ്പക്കാരെ തിരുമേനിക്ക് ആകർഷിക്കാൻ കഴിയുമായിരുന്നു. അവരെല്ലാം അങ്ങനെയുള്ള ഒത്തിരി സ്വപ്നങ്ങൾ തിരുമേനി മനസ്സിൽ കാത്തു സൂക്ഷിച്ചു, പ്രാവർത്തികമാക്കി. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ തക്കവണ്ണം പുത്തൻകാവിൽ കൊച്ചു തിരുമേനി സഭയുടെ ഒരു വലിയ സമ്പത്തായിരുന്നു, അമൂല്യമായ നിധിയായിരുന്നു. തിരുമേനി കാലം ചെയ്ത് 62ാമത്തെ പെരുന്നാളാണ് നമ്മൾ ആചരിക്കുന്നത്. ആ തിരുമേനിയെ ഇപ്പോഴെങ്കിലും നമുക്ക് ആദരിച്ച് സാധാരണക്കാരുടെ മനസ്സിൽ ആ തിരുമേനിയെ കുറിച്ച് കൂടുതൽ ആശയങ്ങൾ, തിരുമേനിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഇപ്രകാരമുള്ള ഒരു സ്ഥാനനാമം നൽകി ആദരിച്ചത് ഉചിതമായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനെൻ്റെ വാക്കിലൂടെ ചുരുക്കട്ടെ. പുത്തൻകാവിലെ ദേവാലയത്തിൻ്റെ പ്രാധാന്യം ഒട്ടും ചെറുതല്ല. 43 വർഷക്കാലം മലങ്കര സഭയുടെ പരമാധ്യക്ഷനെ ഒരു അരമന എന്ന നിലയിൽ താമസിക്കുവാനും മലങ്കര സഭയുടെ ഭരണം നടത്തുവാനും തക്കവണ്ണമുള്ള സൗകര്യം ഒരുക്കിയ ഒരു ദേവാലയമാണ് പുത്തൻകാവിലെ ദേവാലയം എന്ന് പറയുന്നത്. ഇന്നത്തെ ദേവലോകം അരമനയുടെ ഒരു സ്ഥാന പദവി ഈ പുത്തൻകാവിലെ ദേവാലയത്തിന് ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. 43 വർഷക്കാലം സഭയുടെ ഒരു പരമ അധ്യക്ഷൻ ഈ ദേവാലയത്തിൽ താമസിച്ച് ഇവിടെ ഇരുന്നു കൊണ്ട് സഭയുടെ ഭരണം നടത്തുവാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് അത്ര നിസ്സാരമായി കാണാനൊക്കുകയല്ല. നമുക്കറിയാം, നമ്മുടെ സഭയുടെ ആദ്യ കാലഘട്ടത്തിലെ കൂനംകുരിശ് സത്യത്തിന് ശേഷം മലങ്കര സഭയെ നയിച്ചിരുന്ന പിതാക്കന്മാരെല്ലാം അറിയപ്പെട്ടിരുന്നത് മാർത്തോമ 1-മൻ, 2-മൻ, 3-മൻ, 4-മൻ എന്നുള്ള പേരിലാണ്. അതിൽ 6-ാം മർത്തോമ എന്ന് പറയുന്നത് വലിയ മാർ ദിവന്നാസിയോസ് എന്നുള്ള പേരിലും അറിയപ്പെടും. അദ്ദേഹം അതിപ്രഗത്ഭനായിരുന്നു. വളരെ 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 വേദനകളും ദുഃഖങ്ങളും യാതനകളും എല്ലാം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടെന്ന് ചരിത്രത്തിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ പുത്തൻകാവ് ദേവാലയത്തിൽ താമസിക്കുകയും തീർച്ചയായും അന്നത്തെ കാരണവന്മാർ, പുത്തൻകാവിലുണ്ടായിരുന്ന കാരണവന്മാർ ആ പിതാവിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ മലങ്കര സഭയിൽ ഈ ദേവാലയത്തിന്റെ സ്ഥാനം അദ്വിതീയമാണെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ ഒരു പക്ഷേ മറ്റൊരു ദേവാലയത്തിലും 44 വർഷം 43 വർഷക്കാലം ഒരു സഭയുടെ പരമാധ്യക്ഷൻ താമസിച്ചിട്ടുള്ള ദേവാലയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ചെറിയ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട്. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഈ ഇടവകക്കാരോടും ഈ ഭദ്രാസനത്തിലെ ഈ വിശ്വാസികളോടും ഒക്കെയുള്ള സ്നേഹവും ആദരവും കടപ്പാടും മലങ്കര സഭയ്ക്ക് ഉണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ചുരുക്കട്ടെ. പുത്തൻകാവിലെ കൊച്ചു തിരുമേനി ഗാനകോകിലമായിരുന്നു. അദ്ദേഹം കാതോലിക്കേറ്റിന്റെ കാവൽഭടനായിരുന്നു. അദ്ദേഹം മലങ്കര സഭയിൽ നിറഞ്ഞു നിന്നിരുന്നു. യാതൊരു പ്രാദേശിക ഭാവവും കൂടാതെ തെക്കെന്നോ വടക്കെന്നോ കിഴക്കെന്നോ പടിഞ്ഞാറെന്നോ വ്യത്യാസം കൂടാതെ എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്ത് മലങ്കരയുടെ മക്കൾ എവിടെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പുത്തൻകോവിൽ കൊച്ചു തിരുമേനിയുടെ സാന്നിധ്യമുണ്ട് എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും എടുത്തു പറയത്തക്കവണ്ണമുള്ള നിലയിലുള്ള തിരുമേനിയുടെ ക്ലേശപൂർണമായ യാത്ര, ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, ഇതൊക്കെ പുത്തൻകാവിലെ തിരുമേനിയുടെ ഒരു പ്രധാന യോഗ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാം കാതോലിക്കേറ്റ് ആ ഒരു നിലയിലാണ് തിരുമേനി എല്ലാം ചെയ്തിട്ടുള്ളത്, പ്രവർത്തിച്ചിട്ടുള്ളത്. തീർച്ചയായും ആ തിരുമേനിയുടെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ആ തിരുമേനിയെ സഭ ഇന്ന് ആദരിക്കുമ്പോൾ ആ തിരുമേനിയോടുള്ള നമ്മുടെ സഭയുടെ കടപ്പാട് അല്പമായിട്ടെങ്കിലും പരിഹരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇത് മുഖാന്തരമായി തീരട്ടെ. ആ തിരുമേനിയുടെ പ്രാർത്ഥന നമുക്ക് എന്നും വലിയ മാർഗദർശനവും ശക്തിയും കോട്ടയും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.